എടാ ഇന്നലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചിരുന്നത് നേരെ അബിയുടെ വീട്ടിൽ ചെല്ലുക, കേക്ക് മുറിക്കുക, ആഘോഷിക്കാന്നായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം അവന്റെ വീട്ടിൽ ചെന്ന് ചായ കുടിച്ച് അമ്മയുടെ അടുത്തൊക്കെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. നീ ഉണ്ടായിരുന്നില്ല, ശ്യാമേട്ടൻ ഉണ്ടായിരുന്നില്ല. ശ്യാമേട്ടനാണെങ്കിൽ ജോലിക്ക് പോകണം. നിന്നെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും കിട്ടുന്നുണ്ടായില്ല. പിന്നെ മറ്റേ ലാബിന്റെ പിന്നെ ലാബ് വലിയ പഠിപ്പൊന്നും കേൾക്കണ്. എടാ അതേടാ അവിടെ എങ്ങാനുണ്ടോ? ആ എന്താണ് കാട്ടി പരിപാടി? അവിടെ ഞാൻ പിടിച്ചു തരാം. നല്ല ഇടി കൊടുക്കാനിട്ട്. ഹാപ്പി ബർത്ത്ഡേ മച്ചാനെ. താങ്ക്സ് മച്ചാനെ. പൊന്നടാ പുതിയ വാച്ച് പൊളിയാള. അവളെന്നാ ശ്യാമേനോട് പോയി കിടക്കണ്. എടാ ഞാനിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. പുള്ളിനെ വിളിച്ച പുള്ളി കുളിക്കാൻ പോയിക്കാണ്. വേറെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? നമ്മുടെ ചുരുട്ടേനെ വിളിച്ചിട്ടുണ്ട്. ചുരുട്ടേ? നിനക്കൊക്കെ വേറെ പണിയുണ്ടാ? കണ്ണന്റെ വീട്ടില് പരിപാടിക്കാൻ കാണിച്ചെന്ന് എനിക്കറിയാലോ. ഓർമ്മയുണ്ട്. അവനെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോടാ. അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്തായാലും അവനുള്ള പരിപാടിക്ക് ഞാനില്ല. എന്തായാലും വന്നേലേ. പരിപാടിക്ക് ഞാനില്ല, ഞാൻ പോണ്. ശ്യാമേട്ടനുള്ള പരിപാടിക്ക് വല്ല പ്രശ്നമുണ്ടാ? ഇല്ല, അവനുള്ള പരിപാടിക്ക് എന്തെങ്കിലും നിന്നെ നോക്കാം, ഞാൻ നോക്കാം, നമുക്ക് നോക്കാം. ശ്യാമേട്ടനൊക്കെ ഉള്ള നീ പോവല്ലേ? ഇല്ല ഞാനില്ല. അവന്റെ സ്വഭാവം എപ്പോഴും മാറിയെന്ന് പറയാൻ പറ്റില്ല. എടാ നീ പോവല്ലേടാ, എന്റെ ബർത്ത്ഡേ അല്ലടാ. ശരിയാവില്ല, നീ കൈന്ന് വിട്ടേ. എടാ ഒന്ന് പോവാണ്ടിരിക്കണ, എല്ലാവരും വരും. എടാ നീ എന്റെ പ്ലീസ്. അന്ന് ശരി, ഞാൻ നിക്കാം. ശ്യാമേനെ വിളിക്കും. ശ്യാമേനോട് പോയി കിടക്കണം. ഞാൻ വിളിക്കുന്നു. ഞാൻ ഫോൺ എടുത്ത് വിളിച്ചേ. കഴിഞ്ഞ ദിവസം ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവന്മാരെന്തിനീ പരിപാടി കാട്ടിക്കൊണ്ടെന്ന് വെച്ചേക്കണേ. ഓരോ കേട്ടോ അതെ ആ വീട ബൈക്കിരിക്കുന്നു. എടാ നീ എന്ത് വാങ്ങാത്തൊരു സാധനം വാങ്ങിച്ചത്? ഇതൊരു ബിയറാണോ? ഇതൊരു ബിയറാണോന്ന് എന്താ അടിച്ചിട്ട് തലക്കും കയറണില്ലല്ലോ ഈശ്വര. നിനക്ക് ഞാൻ ബ്രോക്കോഡ് അടിച്ചടാ. ബ്രോക്കോഡായിരുന്നെങ്കിൽ ഒരെണ്ണം മതിയായിരുന്നു. ഇത് 2-3 ഇപ്പൊ തന്നെ. ശ്യാമേട്ടനെത്തി. വാ 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 വാ. നിങ്ങൾ അടി തുടങ്ങിയ? ഏയ് ഞങ്ങടിയൊന്നും തുടങ്ങിയൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ചുരുട്ടേ എന്താ ബീറ് മാത്രമല്ല സാധനല്ലേ നേയിരിക്കുന്നത്. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ശ്യാമേട്ടൊന്ന് പൊട്ടിച്ചാമേട്ടാ. ചില്ല് ഗ്ലാസ് ഇല്ലേ? മതി. ചുരുട്ടെ പൊട്ടിക്കടാ. കണ്ട ഒറ്റ ടേക്കാണ്. പയ്യനോടുക്കത്തെ എക്സ്പീരിയൻസ് ആണ്. അതാണ് ചുരുട്ട. ഞാൻ മറിക്കല്ലേട്ടാ. അടി നിർത്തുകയായിരുന്നു. വീണ്ടും തുടങ്ങാം. എടാ കപ്പലിൽ ഒന്ന് തന്നേടാ. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ വെള്ളടി പാർട്ടി ഇതാ തുടങ്ങല്ലേ ശ്യാമേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇല്ലേ ഹാപ്പി ബർത്ത്ഡേ. എബിയേ നന്നായി. മോനെ ചുരുട്ടെ പിടിച്ചടാ. വേണ്ടടാ. ഏയ് വേണ്ട. അടിക്കി വേണ്ട. അടിക്കാതെ നിർബന്ധിക്കണ്ട. അതിന് നിനക്കെന്താണ്? വേണ്ടെങ്കിൽ വേണ്ട. നമ്മളാരെയും നിർബന്ധിക്കണില്ല. നന്നാവണെങ്കിൽ നന്നാവട്ടെ. ആവാന്നാ ചേച്ചി. വാങ്ങട് സീർട്ട് വന്നിട്ട് സീർട്ട് ലൈറ്റർ ലൈറ്റർ ലൈറ്റർ. ഓ കിട്ടണല്ലേ? എന്താണത്? നീ എന്താ അടിക്കാത്തെ? ഏയ് ശരിയാവില്ലടാ. ഞാൻ അടിച്ച ആകെ ചൊറയാവും. പിന്നെ നമ്മളോട് വന്നത് പോലും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എടാ അങ്ങനെ ഒന്നും ഇല്ലടാ. നീ എൻ്റെ ഫ്രണ്ടല്ലേ.
എൻ്റെ ബർത്ത്ഡേക്കല്ലേ വന്നേ ഒരെണ്ണം അടിച്ചിട്ടു. വേണ്ടടാ. നീ വാ ഒരെണ്ണം അടിക്ക്. ഒരെണ്ണം അടിച്ചിട്ട് പോയാൽ മതി. നീ ഇത് ഒരെണ്ണം പിടിച്ചേ അടിക്കടാ. ഡാ നീ ആ ഓണത്തിന് നമ്മുടെ ക്ലബിലൊരു പാട്ട് പാടിയില്ലേ, നാടൻ പാട്ട്, നമ്മുടെ മണിച്ചാട്ടൻ്റെ, അതൊന്ന് പാടിയ നീ. പാടാനുള്ള മൂടൊന്നും ആയിട്ടില്ല. 2 കൂടി അടിച്ച സെറ്റാ. അത് നീ അടി. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ചുരുട്ട പറഞ്ഞ പാട്ടിൻ്റെ ഒരു ഓളമാണ്. ബെഞ്ചടിപ്പാട്ട്. ഡാ കുപ്പിംഗ് ഗ്ലാസ് എടുത്തടാ. അതെന്താ എന്നാ അടി അടി എന്നാ 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 അടി. ഗ്ലാസ് വേണ്ട നിനക്ക്? എന്താ അടിയാടാ ഇത്? കൂമ്പാടി പോടാ. ഇനി നീ പൊളിക്ക് തുടങ്ങ്. കൂട്ടാ വെറുതെ സമയം കളയണ്ട. പോരട്ടെ. നമുക്ക് മണിച്ചാണ്ട് ഒരു പാട്ട് പാടാട്ടാ. അതുവരെ ആലങ്ങാട്ടെ അമ്പലത്തിലെ പാട്ടല്ലടിയെ കേക്കണത്. നേരം വെളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. നേരം വെളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. ആലങ്ങാട്ടെ അമ്പലത്തിലെ പാട്ടല്ലടിയെ കേക്കണത്. നേരം വെളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. നേരം വെളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. നേരം വെളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. ആലങ്ങാട്ടെ അമ്പലത്തിലെ പാട്ടല്ലടിയെ കേക്കണത്. നേരം വെളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. നേരം വെളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. കൂടി വീട്ടുവരമ്പെ പോകുമ്പോൾ വീട്ടുവരമ്പത്തൊരു ജനത്തണ്ടൻ ജനത്തണ്ടൻ നീട്ടിക്കൊണ്ട് ഞാൻ പോകുമ്പോൾ ഞാൻ പോണോക്കി നിന്നെ കൊണ്ടുവന്നേക്കാം. പോയിട്ട് അവിടെ പോണേ നിക്ക്. ഇങ്ങോട്ട് വന്ന് 2 സ്റ്റെപ്പ് മൂടായിട്ട് വന്നു. എല്ലാവർക്കും അത്യാവശ്യമുണ്ട്. അത്യാവശ്യമുള്ള തന്നെയാണ് പോണത്. നീ എന്തുട്ടി കാണിക്കണേ? ഞാൻ പോണു. ശ്യാമേട്ട ഞാൻ പോണ്ട. എന്തുട്ടി കാണിക്കണേ? എല്ലാം കണക്കാണ്. എടാ എടാ നിക്കടാന്ന്. ഇല്ലെന്ന്. എടാ നീ എന്താ കാണിക്കണത്? ഒന്ന് നിക്ക്. എടാ ഒരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ പോവല്ലേ, നിക്ക്. നിനക്ക് എന്താ പ്രശ്നം? എന്താ ചുരുട്ടാണ് നിന്റെ പ്രശ്നം? എടാ അവനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. ഇപ്പൊ നിനക്ക് എന്ത് പ്രശ്നോടാ? എടാ അവനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നിനക്ക് അന്നത്തെ പ്രശ്നമല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആരുടെ പ്രശ്നമൊന്നുമില്ല. ചൂടാവണ എന്തിനാണ്? ഞാൻ ചൂടാകാതെ ഞാൻ കാര്യം പറഞ്ഞല്ലേ. എന്റെ അടുത്ത് സംസാരിക്കാൻ ചൂടായിട്ട് എന്ത് കാര്യമുണ്ട്? നീ എന്തുട്ടി കാണിക്കണേ? ഞാൻ എന്ത് കാണിക്കാൻ? എനിക്ക് പോണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. നിനക്ക് ഇവനായിട്ട് എന്താ പ്രശ്നമുള്ള? എനിക്ക് വേണ്ടി യാതൊരു പ്രശ്നമില്ല. എനിക്ക് പോണമെന്നല്ലേ പറഞ്ഞോളൂ. നിന്റെ എന്ത് കാണുന്നു? നീ എന്ത് കാണുന്നു? എന്ത് ചൂടാവണേ? നീ എന്താ കാണിക്കണേ? അത്യാവശ്യം എനിക്ക് വേണ്ടി യാതൊരു പ്രശ്നമില്ല. പറഞ്ഞു പോണ്. എനിക്ക് പ്രശ്നമില്ല. ഞാൻ പോണു. കഷ്ടമൊന്നും. എടാ കൂട്ടുകാരും തമ്മിലുള്ളത് പറഞ്ഞു തീർക്കണം ഇവിടെ. എടാ പറഞ്ഞു തീർക്കാൻ പ്രശ്നമൊന്നും വേണ്ട. നീ എന്താണെങ്കിലും ഇങ്ങനെ പോവാടാ. ഞാൻ പോണു. നല്ലൊരു ദിവസമായിട്ട് കളയാണ് ഇതൊക്കെ. എടാ എന്ത് നല്ല ദിവസം പറയണേ? പ്രശ്നം ഉണ്ടാക്കില്ല, വെറുതെ ഒച്ചപ്പാടനൊക്കെ. ഞാൻ അവനായിട്ടൊരു പ്രശ്നമില്ലടാ. എന്താടാ ഞാനായിട്ട് നിനക്ക് പ്രശ്നം? എടാ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എൻ്റെ അവസ്ഥ? ഞാൻ എന്താണെന്ന് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതാ നിങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈല് പോലെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈല്. നീയൊക്കെ ജീവിക്കണ പോലെയാണ് ഞാനൊക്കെ ജീവിക്കണേ. ഇതാ ആലോചിച്ച് നോക്ക്. ഇതാ എനിക്ക് പറ്റിപ്പോയി. ഇല്ലയെന്നല്ല, പറ്റിപ്പോയി. ഇതാ ഞാൻ അടിച്ചാൽ ഞാൻ എങ്ങനെയാണ്? ഞാൻ അടിച്ചാൽ റോങ് ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അബിയുടെ അടുത്ത് വെച്ചോക്കി. അബി, ശ്യാമേട്ട, എബി, എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയാം ഞാൻ അടിച്ചാൽ എങ്ങനെയാണെന്ന്. എടാ പറ്റിപ്പോയതാടാ, പറ്റിപ്പോയതാ. അറിഞ്ഞുകൊണ്ടല്ല, ക്ഷമിക്ക് നീ. നിന്നോടോ ഇവരോടോ എല്ലാവരോടും മാറി മാറി എല്ലാവരുടെയും കാല് പിടിക്കാൻ ഞാൻ തയ്യാറാടാ. ഞാൻ ചെയ്യാടാ, ഞാൻ ചെയ്യാം. എടാ കണ്ണൻ ചേട്ടൻ്റെ വരെ കാലും ഞാൻ പിടിച്ചു. ആള് പോലും മനസ്സിലാക്കണില്ലാടാ. പറ്റിപ്പോയതാ, പൊട്ടത്തരത്തിന് പറ്റിപ്പോയതാ. ക്ഷമിക്ക് നീ എന്നോട്.
ഇതാ നിങ്ങൾ കൂട്ടുകാരന്മാരല്ലാതെ ആരാടാ എന്നോട് ക്ഷമിക്കാനുള്ളത്? എന്നിട്ടുകൂടി നീ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കണേ. നല്ലൊരു ദിവസം കൊളവാക്കല്ലേ. എടാ എന്താടാ നീ എടാ നിന്നെ വിളിച്ചേക്കണ പോലെയല്ല അഭി എല്ലാവരെയും വിളിച്ചേക്കുന്ന. എന്നെ പോലെ അതുപോലെ തന്നെയാ വിളിച്ചേ. അല്ലാതെ നിന്റെ ഓശാരം സ്വീകരിക്കാൻ വേണ്ടിയാണോടാ ഞാനിവിടെ വന്നത്. എടാ അബി അവനെ വിളിച്ചിട്ട് പോയടാ. ഞാൻ വന്നപ്പോൾ പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കലില്ല. നീ പോ. ശ്യാമേണ്ടതല്ലോടാ, ശ്യാമേണ്ട തൊട്ട് പള്ള ഞാൻ കയറും പന്നി. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ചിട്ട് ഇവനൊരു മാറ്റമില്ലല്ലോ ശ്യാമേട്ടാ. ചുരുട്ടെ നീ എന്താടാ കാണിക്കണേ? ഇവൻ നന്നാവില്ല ശ്യാമേട്ടാ. ഞാൻ എന്തും പറഞ്ഞോടെ നിങ്ങൾ കൊണ്ടുവന്നത് എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ? ചുരുട്ടെ ചുരുട്ടെ നല്ലൊരു ദിവസം കൊളാക്കിയിട്ട് അവൻ്റെ പഠിക്കാനുണ്ടല്ലോ. ഇതൊന്നും കേൾക്കണില്ലേ? ചുരുട്ടെ നീ എന്നെ തല്ലിയില്ലേ? നീ ഇങ്ങോട്ട് മാറ. ചുരുട്ടെ വേണ്ട. എടാ വേണ്ട ചുരുട്ടെ. നമ്മൾ കൂട്ടുകാരല്ലടാ. അതെ നമ്മൾ കൂട്ടുകാരാണ്. നീ തന്നത് ഞാൻ മേടിച്ചില്ലേ, ഇനി ഞാൻ തന്നെ നീ മേടിക്കടാ. വേണ്ട സുഹൃത്തെ. अभी 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 എന്നെ തല്ലുവല്ലടാ.
നീ എന്നെ തല്ലുവല്ലടാ.